माम अप्राप्येव कौन्तेय तदा तदा तदो यान्ति यान् अदामां यदि आसुरीं योनिमापन्न मूढजन्मनि जन्मनि माम अप्राप्येव कौन्तेय तदो यान्ति अधमां यदि आसुरीं योनिमापन्न मूढजन्मनि जन्मनि माम अप्राप्येव कौन्तेय तदो यान्ति अधमां यदि. സമയം ഉപയോഗിച്ചതിനാല് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. കൗന്ദേയ, ഹേ കൗന്ദേയ, ആസുരിയായ യോനിയെ ആപന്ന പ്രാപിച്ചവരായിട്ട് ജന്മനി ജന്മം തോറും മൂഢാത്മാക്കൾ മോഹഭ്രാന്തരായി മാം മാം എന്നെ അപ്രാപ്യേവ പ്രാപിക്കാതെ തന്നെ തഥാ അതിൽ നിന്ന് അധമമായ ഗതിയെ യാന്തി പ്രാപിക്കുന്നു. കുറച്ച് തോന്നുന്നു ഇപ്പുറത്തോട്ട് നിർത്തുന്നുണ്ട്. ഫീഡ്ബാക്ക് വരുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ്.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് ഇസ്കോൺ ഫൗണ്ടർ ആചാര്യ ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഹേ കുന്തിപുത്ര, ആസുരിയ ജീവഗണങ്ങളിൽ അനേകം തവണ എടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഭാവാർത്ഥം: ഭഗവാൻ കരുണാമൂർത്തി തന്നെ, എങ്കിലും അസുര പ്രകൃതക്കാരോട് ഒരിക്കലും കനിയുകയില്ലെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികം അധപ്പതിച്ച് അവസാനം പൂച്ച, നായ്, പന്നി എന്നിവയുടെ ശരീരം കൈക്കൊള്ളുന്നു. വരും കാല ശരീരങ്ങളിലൊന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാൻ ഇടയില്ലെന്ന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അത്തരക്കാർ നായ്, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്നും വേദങ്ങൾ പറയുന്നുണ്ട്. ഈ അസുരവർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവദയാലു എന്ന് കരുതാമെന്ന വാദം ഇവിടെ സംഗതമത്രേ. വേദാന്ത സൂത്രോത്തരം കാണാം. ഭഗവാന് ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങൾ ജീവിതത്തിന്റെ അധോ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഭഗവാന്റെ കനിവിനൊരു ഉദാഹരണം മാത്രമാണ്. ചിലപ്പോൾ അദ്ദേഹം അസുര സ്വഭാവികളെ നിഗ്രഹിക്കാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഭഗവാനാൽ കൊല്ലപ്പെട്ടവൻ മുക്തി നേടുന്നുവെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കംസൻ, ഹിരണ്യകശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി ഉദാഹരണങ്ങളുണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ അസുര സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു.
ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണവിഷ്ണായ ബുധലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു നമുക്ക് കേൾക്കുമ്പം കുറച്ച് അത്ഭുതവും എന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. കാരണം ഇതില് പറയുന്നു, ഭഗവാൻ ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ അവസരം കിട്ടില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും അത്തരക്കാര് താഴ്ന്ന ഗ്രഹങ്ങളിലേക്കും താഴ്ന്ന ജീവിവർഗങ്ങളിലേക്കും താഴ്ത്തപ്പെടുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതില് നമുക്ക് തോന്നും ഈശ്വരൻ എല്ലാവരോടും കനിവുള്ള വ്യക്തിയാണ്, എല്ലാവരോടും സ്നേഹമുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ഈ അസുര സ്വഭാവികളോട് കനിവ് കാണിക്കണ്ടേ? അവര് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും താഴേക്കുള്ള ജീവിവർഗങ്ങളിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഒരു സംശയം തോന്നും. അതിന്റെ ഉത്തരം ശ്രീല പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈശ്വരന്റെ കനിവാണ് അവര് താഴേക്ക് പോകുന്നത്. ഈശ്വരന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് അവര് താഴേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് ഈശ്വരനോട് അത്രയും വിദ്വേഷം ഉണ്ടെന്ന് വിചാരിക്കാം, അത്രയും ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ദേഷ്യമുണ്ട് എന്നുള്ള ഒരു വ്യക്തിക്ക്, അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള വ്യക്തിക്ക് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നതാണ്. പക്ഷെ അത്രയും ദേഷ്യമുള്ള ഒരു വ്യക്തിക്ക് മോക്ഷപ്രാപ്തി കിട്ടി ഭഗവാന്റെ ധാമത്തിൽ ചെന്നാലും ആ സ്വഭാവം അത് മാറാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അവിടെ ഒരു നരകതുല്യമായ സ്ഥലമായിട്ട് അനുഭവപ്പെടും. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് കളിക്കാൻ പ്രായമായിട്ടുള്ള ഒരു കുട്ടിക്ക് ഭയങ്കര ഒരു മാത്സ് ഒക്കെ പഠിക്കുന്ന വലിയൊരു മാത്സ് നല്ലതാണ്, മാത്സ് ഒക്കെ പഠിക്കുന്ന വലിയൊരു ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരിക്കുകയാണ്. ഭയങ്കര കണക്കുകളും അതും ഇതുമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് തോന്നും ആ മാത്സ് ഇത്രയും ഉന്നതമായ മാത്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം അത് ആ കുട്ടിക്കുള്ള ഒരു അനുഗ്രഹമായിരിക്കും, അതിന് വല്ല അറിവ് കിട്ടും എന്ന് വിചാരിക്കും. പക്ഷെ കളിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക് അവിടെ പോയിരിക്കുന്നത് ഒരു നരകതുല്യമായിട്ട് അനുഭവപ്പെടും. നമ്മുടെ കണ്ണു വെച്ച് നോക്കുമ്പം ആ മാത്സ് ക്ലാസ് ഏറ്റവും ഉന്നതമായ ഒരു പഠന സ്ഥലമായിട്ട് തോന്നുമെങ്കിലും ആ കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കളിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ക്ലാസ് ഒരു വലിയൊരു ദുരിതപൂർണമായ സ്ഥലമായിട്ട് അനുഭവപ്പെടും. അപ്പൊ അതിനോട് കനിവ് കാണിക്കാൻ എന്താ ചെയ്യേണ്ട? അതിനെ ആ കളിക്കളത്തിലേക്ക് ഇറക്കി വിടാം, അതിന്റെ കൂട്ടുകാരുടെ കൂടെ അത് കളിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോവാം. അതിനൊന്നും മനസ്സിലാവത്തില്ല, ഒന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ. അപ്പൊ നമ്മള് ഇത് ഭഗവാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ ക്രിട്ടിസൈസ് ചെയ്യും, ഭഗവാൻ എന്താണ് അവരോട് കരുണ കാണിക്കാത്തതെന്ന്. പക്ഷെ നമ്മളെല്ലാവരും ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളോടും ഒക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാനോട് അസൂയയും വിദ്വേഷവും പുലർത്തുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഒരു അവസരമുള്ള സ്ഥലങ്ങളാണ് ഭഗവാൻ കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു കരുണയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവാൻ ആരെയും ഫോഴ്സ്ഫുള്ളി തന്നെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല, അതിന് അദ്ദേഹം ശ്രമിക്കുകയില്ല. ഭഗവാന് വേണമെങ്കിൽ ഒരു നിമിഷത്തെ അദ്ദേഹത്തിന്റെ ചിന്ത മതി. ഒരു കൃഷ്ണ ബുക്കിൽ വായിച്ചാണ്, ഭഗവാന്റെ ചിന്താശക്തിയിലാണ് ആധ്യാത്മികവും ഭൗതിക ലോകവും നിലനിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചാൽ ഒരു മാമ്പഴം വേണം, ചിന്തിച്ചാലും ഒന്നും നടക്കത്തില്ല, മാമ്പഴവും വരത്തില്ല. വെറുതെ നമ്മൾ ചിന്തിക്കുക മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഭഗവാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും നടക്കുന്നതെന്നാ പറയുന്നത്. ഭഗവാൻ എന്തെങ്കിലും പോയി അത് ഒരു ഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്ത് അതിന് ഇങ്ങനെ തൂക്കി തൂക്കി നമ്മൾ ബലൂൺ തൂക്കുന്ന പോലെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജസ്റ്റ് ചിന്തിച്ചാൽ മതി, സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും നടക്കും. അപ്പൊ അത്ര അചിന്ത്യ ശക്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക്
നമ്മളെ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈസിയാണ്, അദ്ദേഹത്തിന് വെറുതെ ചിന്തിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം അത് ചെയ്യത്തില്ല. കാരണം ആ സ്നേഹബന്ധം വരണമെങ്കിൽ നമുക്ക് ആ വോളണ്ടറി ആയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവണം. ആ വോളണ്ടറി ഇത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹത്തിന് മാധുര്യമുള്ളൂ. ഭഗവാൻ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ അത് ആസ്വദിക്കാൻ സാധിക്കില്ല. ഭഗവാൻ ബലാത്കാരേണ നമ്മളെല്ലാം പിടിച്ച് ആധ്യാത്മിക ലോകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഈ ആസുരിക സ്വഭാവികളായിട്ടുള്ള വ്യക്തികളെയും അവര് സ്വയം റിഫോം ആയാൽ മാത്രമേ ഭഗവാൻ അവരെ സ്വീകരിക്കത്തുള്ളൂ. അതുവരെ അവരുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ പോയിക്കോളും. ഭഗവാൻ ഇത് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ തന്നെയാണ് സാങ്ഷനും ചെയ്യുന്നത്. ഉപദൃഷ്ട അനുമന്താച ഭർത്ത ഭോക്ത മഹേശ്വരൻ. അദ്ദേഹം ഇത് കാണുന്നുണ്ട്, ഉപദൃഷ്ട കാണുന്നുണ്ട്, അനുമന്ത അദ്ദേഹം സാങ്ഷനും ചെയ്യുന്നുണ്ട്. നമ്മൾ ചില ആഗ്രഹങ്ങൾ വയ്ക്കും, എനിക്കിത് വേണം അത് വേണം എന്ന് ആഗ്രഹം വയ്ക്കും. അത് ഭഗവാൻ വിറ്റ്നസ് ചെയ്യാണ്. പക്ഷെ അനുബന്ധ അദ്ദേഹം അത് ചിലപ്പോൾ സാങ്ഷൻ ചെയ്യും, നിനക്കിത് കിട്ടട്ടെ എന്ന് സാങ്ഷൻ ചെയ്യും. പക്ഷെ അദ്ദേഹം സന്തോഷത്തോടെയാണോ ചെയ്യുന്നത് വെച്ചാൽ അല്ല. അദ്ദേഹത്തിന് അത് തൃപ്തി ഉണ്ടാക്കുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹരിതോഷണം, സംസിദ്ധിർ ഹരിതോഷണം എന്നാണ് അപ്പം പരിശുദ്ധ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റൂ. അതിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് തൃപ്തി ഉണ്ടാവുന്നത്. ഭഗവാൻ പൂർണ്ണമായിട്ട് സന്തോഷിക്കുമ്പോഴേ നമുക്ക് തൃപ്തി ഉണ്ടാകും. പക്ഷെ ഇത് നമ്മൾ പല ആഗ്രഹങ്ങൾ ചെയ്യും, ഭഗവാൻ അത് സാങ്ഷൻ ചെയ്യും, പക്ഷെ നമുക്കും തൃപ്തി വരത്തില്ല. തരുന്ന ഭഗവാനും അത് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഇല്ല. കാരണം നമ്മുടെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമല്ല നമ്മൾ വയ്ക്കുന്നതെന്നാണ്. പരിശുദ്ധ ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞാല് ഈ ഉപദൃഷ്ടനായ ഭഗവാൻ നമ്മളെ കാണുമ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ഭഗവാൻ എല്ലാവരെയും കാണുന്നുണ്ട്. പ്രഭുവിനെ കാണുന്നുണ്ട്, നമ്മളെ കാണുന്ന മാതാജിമാരെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ചിലരെ കാണുമ്പം ഭഗവാന് അവരുടെ ആഗ്രഹം ഭഗവാൻ കാണുമ്പം ഭഗവാൻ അത് പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ചില വ്യക്തികള് അവരെ പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ അത് കാണുമ്പം ആ വ്യക്തിയോട് സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ നമ്മളെ കാണുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാകണം എന്ന രീതിയിൽ നമ്മളെ റിഫോം ചെയ്യുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് നമ്മൾ ശീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഭഗവാൻ സ്പെഷ്യൽ കാരുണ്യം കൊടുക്കുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. സ്പെഷ്യൽ കാരുണ്യം എന്ന് വെച്ചാല് ഈ അസുരന്മാര് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആഗ്രഹം കൊണ്ട്. പക്ഷെ ചിലപ്പം ഭഗവാൻ വന്ന് അവരെ വധിച്ചു കഴിഞ്ഞാൽ അവർ പ്യൂരിഫൈഡ് ആവുകയും ആ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ അവർ പ്യൂരിഫൈഡ് ആവുകയും അവർ വരികയും ചെയ്യും. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള കാരുണ്യവും ഭഗവാൻ കൊടുക്കാറുണ്ട്. ഇപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര സമയത്ത് ജഗായി മതായിയെ ശിക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ ശ്രമിച്ചത്. ചൈതന്യ മഹാപ്രഭു സുദർശന ചക്രം വെച്ചിട്ട് അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതൊരു കാരുണ്യമാണ്. അതേ ഭഗവാന്റെ തന്നെ മേഴ്സിഫുൾ ഇൻകാർണേഷൻ ആയിട്ടുള്ള നിത്യാനന്ദ പ്രഭു അവരെ മോചിപ്പിക്കുകയും അവർക്കൊരു റിഫോർമേഷൻ, വേറെ ഒരു മൈൽഡായിട്ട്, അതായത് ചൈതന്യ മഹാപ്രഭു കാരുണ്യം ഇല്ലാത്തവനും നിത്യാനന്ദ പ്രഭു കാരുണ്യമുള്ളവനുമായിട്ട് ചിന്തിക്കരുത്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ് അവരെ വധിക്കുക എന്നുള്ളത്. വധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് അവർക്ക് ഉയരാനായിട്ട് പറ്റും. നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം അവരെ ഇവിടെ ഈ ലോകത്തിൽ തന്നെ നിലനിർത്തി ഒരു ഉദാഹരണമാക്കി, ഇനി വരുന്ന ജനങ്ങൾക്ക് ഒരു ഉദാഹരണമാക്കി നിർത്തി മറ്റുള്ളവർക്കും കൂടെ. അപ്പം കുറച്ചും കൂടെ മെർസിഫുൾ ആണ് നിത്യാനന്ദ പ്രഭു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണവും കൂടെയാണ് ജഗായി മതായി റിഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള ഒരു. അപ്പം ഇത് നമ്മൾ മനസ്സിലാവും. അപ്പം ഭഗവാനോട് ഈർഷ്യ പുലർത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഒരു തിരിച്ചു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഭഗവാനോട് ഒരു ഈർഷ്യയില്ല, നമുക്ക് ഭഗവാനോട് സ്നേഹമാണ് ഉള്ളത് എന്ന് നമ്മൾ പലപ്പോഴും പറയും. പക്ഷെ ഭഗവാനോട് സ്നേഹം, ഭഗവാനോട് ഒരു ഒത്തൊരുമ, അത് മാത്രം പോരാ, നമുക്ക് ഭക്തന്മാരോടും അത് വേണം. നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് താഴെ വീഴുന്ന ഒരു ഉദാഹരണം
നമ്മൾ സ്ക്രിപ്റ്റേഴ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും തിരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്പിരിച്വൽ വേൾഡിൽ നിന്ന് താഴെ വീഴുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റേഴ്സിൽ അത് പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ 4 കുമാരന്മാരും ജയവിജയന്റെയും കഥ. അവിടെ ഈ ജയവിജയന്മാര് ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. ഭഗവാൻ റെസ്റ്റ് എടുക്കുകയാണ്, അവർ തടയുന്നു. അപ്പൊ ഭഗവാനോട് ഈർഷ്യ കൊണ്ട് വീണവരല്ല ജയവിജയന്മാര്, ഭക്തന്മാരോടുള്ള ഈർഷ്യ അല്ലെങ്കിൽ അതിനെ തടസ്സം നടത്തിയതാണ് ജയവിജയന്മാർ. അപ്പൊ നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട്, ഭഗവാനോട് സ്നേഹമുണ്ടെങ്കിലും നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ പോകാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഭക്തന്മാരോടും കൂടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവണം. നമുക്ക് ഭക്തന്മാരോട് വിദ്വേഷം പുലർത്തിയിട്ട് നമുക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് കയറാനായിട്ട് പറ്റില്ല. കാരണം ആ ഉദാഹരണം നമുക്ക് അത്ര എവിഡന്റ് ആയിട്ടാണ് കാണുന്നത്. ജയവിജയന്മാർക്ക് ഒരിക്കലും ഭഗവാന്റെ ഡിസയറിന് വിരുദ്ധമായൊരു ഡിസയർ ഇല്ല ജയവിജയന്മാർക്ക്. ഭഗവാൻ ഉറങ്ങുകയാണ്, ഭഗവാനെ റെസ്റ്റ് വേണം, ഭഗവാൻ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ജയവിജയന്മാര് ഇത് ചെയ്തത്. പക്ഷെ ഇവിടെ 4 കുമാരന്മാര് വന്നപ്പം അവരോട്, അത് ആക്ച്വലി അതൊരു ആക്സിഡന്റ് ആണ്, അതൊരു മിസ്റ്റേക്ക് അല്ല, ഒരു ആക്സിഡന്റ് ആണ്. അവരുടെ ഉദ്ദേശം ശരിയാണ്, പക്ഷെ അവര് ഈ പരിശുദ്ധ ഈ നല്ല സിൻസിയർ ആയിട്ടുള്ള ഡിവോട്ടീസിനെ ആ ഒരു പ്രോപ്പർ റെസ്പെക്ട് കൊടുത്തല്ല അവര് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭക്തന്മാരുടെ ആ ഒരു ഞാൻ ഹരേഷ് വെൽക്കം. അപ്പം ഭക്തന്മാരോടും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഭക്തന്മാരോട് വിദ്വേഷം പുലർത്തും, എനിക്ക് അവരെ കാണുന്ന ഇഷ്ടമല്ല, ഇവരെ കാണുന്ന ഇഷ്ടമല്ല, അവരത്ര പ്രോപ്പർ അല്ല, ഇവരത്ര പ്രോപ്പർ അല്ല എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അവരുടെ കൂടെ എനിക്ക് ഒത്തൊരുമയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്ക് സേവനം കിട്ടണ്ട, എനിക്ക് സേവനം കിട്ടണം, ഇങ്ങനെയൊക്കെ ഉള്ള മെന്റാലിറ്റീസ് നമ്മുടെ ഇടയിൽ വരും. പക്ഷെ അതൊക്കെ നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ പോകാൻ തടസ്സം ഉണ്ടാക്കും. കാരണം ഇത്രയും സ്ക്രിപ്റ്റേഴ്സിൽ നമ്മൾ പല ഇത് കണ്ടിട്ടും ഇത്രയും എവിഡന്റ് ആയിട്ട് ഒരു സോള് താഴേക്ക് വരുന്നത് ജയവിജയന്മാരുടെ എക്സാമ്പിളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കാരണം ഭക്തന്മാരുമായിട്ടുള്ള ഈർഷ്യയാണ്. അപ്പം ഭഗവാനോടുള്ള ഈർഷ്യ മാത്രമല്ല സ്പിരിച്വൽ വേൾഡിൽ നിന്ന് താഴെ വീഴാനുള്ള കാരണം, ഭക്തന്മാരോടുമുള്ള ഈർഷ്യയും അതിന് കാരണമാണ്. അപ്പം നമ്മള് ഇവിടെ ഈ അസുര സ്വഭാവങ്ങൾ നമുക്ക് ഹൃദയത്തിലുണ്ട്. നമുക്ക് ചിലപ്പോ ഇപ്പൊ നമ്മൾ ഈ ശീല പ്രഭുപാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കൃഷ്ണനോട് ഈർഷ്യ കാണത്തില്ല. കൃഷ്ണനോട് ഈർഷ്യ അത്രയും ഇല്ല. കാരണം നമ്മൾ ഭഗവാനെ ദർശനം എടുക്കുന്നു, ഭഗവാൻ നല്ല ഡെക്കറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഭഗവാന്റെ കാര്യം വേറൊരാൾക്ക് പറയാനായിട്ട് നമുക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സബ്ടൽ മൈൻഡിൽ ഇപ്പോഴും ഭക്തന്മാരോട് നമുക്ക് ഈർഷ്യയുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ക്ലിയർ ആക്കണം, എങ്കിലേ നമുക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് പോകാനുള്ള ഇത്. അപ്പൊ അതിന് ആചാര്യന്മാര് പറയുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാല് ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളതാണ്. ഡിവോട്ടീസിന് സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വഴി, നല്ലൊരു വഴി. അപ്പൊ അവരെ കാണുക, അവർക്ക് കംഫർട്ട് ഉണ്ടാക്കുക, അവർക്ക് സേവനങ്ങൾ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ഇത് നമ്മൾ ഒരു ട്രെയിനിങ് ആണ്. സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളതിന്റെ ട്രെയിനിങ് ആണ്. നമ്മൾ അവരെ ഒരു സാധാരണ വ്യക്തികളെ പോലെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളിപ്പോ ഒരു ഡിവോട്ടിയെ കാണുമ്പോൾ, തിലക വിട്ട് വരുന്ന ഒരു ഡിവോട്ടിയെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ജസ്റ്റ് ഒരു ചിന്ത വേണം, ഇത് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ഭഗവാന്റെ മേഴ്സി ഇവിടെ തരുന്ന ഒരു വ്യക്തിയാണ്, ഭഗവാന്റെ ഒരു പ്രതിനിധിയാണ് എന്നുള്ളത് ഇത് സത്സ്വരൂപ മഹാരാജന്റെ ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ ലീലാമൃതയിൽ വായിച്ചു. സത്സ്വരൂപ മഹാരാജ് ബോസ്റ്റണിലാണുള്ളത്, ഇപ്പൊ ശീല പ്രഭുപാദ് ന്യൂയോർക്കിലാണുള്ളത്. അപ്പൊ സത്സ്വരൂപ മഹാരാജിനോട് പ്രഭുപാദ് എല്ലാ ഇതും അദ്ദേഹം ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആ ലെക്ചേഴ്സ് ഒക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ പ്രഭുപാദ് ഒരു ഡിക്റ്റഫോൺ എടുത്ത് അത് അവിടെ വെച്ച് ന്യൂയോർക്കിൽ നിന്ന് ചെയ്യും. അതുകൊണ്ട് അത് ഒരു ടേപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.
ഈ ടേപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ടേപ്പ് ഒരു നമ്മുടെ എൻവലപ്പിനകത്ത് ആക്കിയിട്ട് ക്ലിപ്പൊക്കെ ചെയ്തിട്ട് ഇത് ഈ പോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് പോലെ അവിടുത്തെ അമേരിക്കയിലെ അതിൽ കയറ്റി വിടും. എന്നിട്ട് ഇത് നേരെ ഈ ബോസ്റ്റണിലെത്തും. ബോസ്റ്റണിലെത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹം മേടിക്കും. പിന്നെ അദ്ദേഹം മേടിച്ച് അത് കേട്ടോണ്ടിരിക്കും. അപ്പം പ്രഭുപാദ് രാത്രി ഇരുന്ന് ഈ ഭാഗവതം പറയുന്ന പോലെ തന്നെയാണ് സത്സര മഹാരാജ് ഈ ട്രാൻസ്ക്രിപ്ഷൻ കേട്ടിട്ട് അത് അദ്ദേഹം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റിട്ടാണ് ടെമ്പിൾ ഹാളിൽ പോയിരുന്ന് ഇത് ഓൺ ആക്കിയിട്ട് അദ്ദേഹം കേട്ട് ഇത് എഴുതുന്നത് സത്സരമഹാരാജ്. ഇത് പറയാൻ കാരണം വെച്ചാല് സത്സര മഹാരാജ് ഇങ്ങനെ ആദ്യം പ്രഭുപാദ് ഒരു ടേപ്പാണ് ഒരാഴ്ച അയക്കുന്നത്, പിന്നെ 2-3 ടേപ്പ്. അപ്പം അത് അദ്ദേഹം ഒരുപാട് ജോലിക്കും പോകുന്നുണ്ട്. സത്സര മഹാരാജ് ഒരു സോഷ്യൽ വർക്കർ പോലെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെ പോകണം, ജോലിക്ക് പോയി വൈകിട്ടേ വരത്തുള്ളൂ. അപ്പൊ രാവിലെ ഇരുന്ന് ഇത് എഴുതിയാലേ ശരിയാകും. ഇങ്ങനെ ക്രമേണ ഇത്രയും സേവനങ്ങൾ കിട്ടുമ്പം സത്സര മഹാരാജ് അതിനകത്ത് എഴുതുകയാണ്, ഓരോ പോസ്റ്റ്മാനെ കാണുമ്പോ എന്തൊരു സന്തോഷവും സ്നേഹവും ആ വ്യക്തിയോട് സത്സര മഹാരാജന് തോന്നുന്നു എന്നാണ്. പോസ്റ്റ്മാനെ കാണുമ്പോൾ അന്ന് ഭയങ്കര സ്നേഹം തോന്നുന്നു. കാരണം ആ പോസ്റ്റ്മാനെ ഇമ്മീഡിയറ്റ്ലി അത് പ്രഭുപാദിന്റെ ഈ ഇത് കൊണ്ടുതരുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് അതിനകത്ത് പറയും. ഇപ്പൊ അമേരിക്കയിലുള്ള എല്ലാ പോസ്റ്റ്മാനോടും അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹം തോന്നിയെന്ന് സത്സര മഹാരാജ് അതിനകത്ത് പറയുന്നത്. അപ്പം ഈ ഒരു ഇതാണ് നമുക്കും ഡിവോട്ടീസിനുള്ള കാഴ്ച. ഓഫ്കോഴ്സ് നമ്മൾ കാണുമ്പോൾ അവരുടെ മിസ്റ്റേക്കുകൾ ഒരുപാട് കാണും, അവരുടെ സ്വഭാവത്തിൽ ദേഷ്യം കാണും, അസൂയ കാണും, ചിലപ്പം പല മോശം പ്രവർത്തികളും എല്ലാം നമ്മൾ കാണും. പക്ഷെ എന്നിരുന്നാലും അവര് ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തികളാണ്, ഭഗവാനോട് സിൻസിയറിറ്റി കാണിക്കുന്ന വ്യക്തികളാണ്. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാനും കൂടെ ശ്രമിക്കും. അപ്പം ആസുരിക സ്വഭാവം മാറണമെങ്കിൽ നമ്മൾ ഈശ്വരനോട് ഈർഷ്യ ഉണ്ടാവാതിരിക്കുക. ഈശ്വരനോട് നമുക്ക് ഒരു വ്യക്തിയോട് എനിക്ക് ദേഷ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ ആ ദേഷ്യം പോകത്തുള്ളൂ. നമ്മൾ വെറുതെ എനിക്ക് കൃഷ്ണനോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മിഡിൽ സ്റ്റേറ്റ് ഇല്ല. നമ്മൾക്ക് അതിനകത്ത് സ്നേഹം ഉണ്ടെങ്കിലേ ഇത് വരുന്നു. അപ്പൊ സ്നേഹം വരണമെങ്കിൽ നമ്മൾ നാമം ജപിക്കണം, നാമത്തിനോട് സ്നേഹം ഉണ്ടാവണം. വെറുതെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ നാമം ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നാമത്തിനോട് ഇഷ്ടം ഉണ്ടാകും വിചാരിക്കണം. അങ്ങനെ നമുക്ക് കൂടുതൽ നാമം ജപിക്കാൻ പറ്റും, ഭഗവാൻ സേവനങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഭക്തന്മാരോടും കൂടെ ഇത് ചെയ്യുന്നതാണ് ഒരു ടഫസ്റ്റ് പാർട്ട്. അപ്പൊ അതിനാണ് നമ്മളെല്ലാം ഗുരുവിനെ സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മളൊരു വ്യക്തിയെ, ഒരു മനുഷ്യനായ ഒരു വ്യക്തിയെ നമ്മൾ അദ്ദേഹത്തിനെ വർഷിപ്പ് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്യാണ്, അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുകയാണ്. ആ ഗുരുവിലൂടെ നമ്മൾ ട്രെയിൻഡ് ആവുകയാണ് ഒരു ഭക്തനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നുള്ളത്. ആ ഗുരു കാണിച്ചു തരും അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഭക്തന്മാരെയും സ്നേഹിക്കേണ്ടത്. ഈ 2 പാട്ടും കൂടെ ശരിയാകുമ്പം ഭഗവാനെയും ഭക്തന്മാരെയും ഒരേപോലെ നമ്മൾ ആ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആസുര സ്വഭാവം മാറിപ്പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട്. പക്ഷെ ഡിവോട്ടി ആയി നിന്നുകൊണ്ട് നമ്മൾ അസുര സ്വഭാവം പുലർത്തുകയാണെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് ഇപ്പൊ ഭഗവാനോട് സ്നേഹം ഉണ്ടാവും, പക്ഷെ അസുര സ്വഭാവമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം നമ്മൾ അത് കീപ്പ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടേണ്ടി വരും. അത് കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പൊ ജയവിജയന്മാരുടെ കാര്യത്തിൽ 3 ജന്മം അവർക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മളും അതേപോലത്തെ ആറ്റിറ്റ്യൂഡ് കാണിക്കും. നമ്മളും എത്ര നാളാണോ അത് വന്ന് അതുവരെ നമ്മളും ഈ ഭൗതിക ലോകത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിമ്പിൾ ആണ് സൊല്യൂഷൻ. ഭഗവാനെയും ഭക്തന്മാരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ അതിന്റെ മാർഗങ്ങളാണ് ശ്രീല പ്രഭുപാദ് പല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നാമം ജപിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, ഭക്തന്മാർക്ക് സേവനങ്ങൾ ചെയ്യുക. അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് നമ്മൾ സേവനം ചെയ്യും. ചിലപ്പോൾ അവർ നമ്മളോട് ഹാർഷായിട്ട് പെരുമാറും, ചിലപ്പോൾ അസൂയ പുലർത്തി പെരുമാറും, പല രീതിയിൽ പെരുമാറും. എങ്കിലും നമ്മൾ അവരോടുള്ള റെസ്പെക്റ്റും അവരുടെ ആ സ്നേഹവും നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വട്ടം ജഗസാക്ഷി പ്രഭുവിടെ വന്ന് പറഞ്ഞില്ല, പല എക്സാമ്പിൾസ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം BBT ഇൻചാർജ് ആയിരുന്നു, പെട്ടെന്ന് അദ്ദേഹത്തിനെ അതിൽ നിന്ന് മാറ്റി. പക്ഷെ അദ്ദേഹം അതിനെ വലിയൊരു കാര്യമായിട്ട് എടുക്കാതെ അത് അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് പിന്നെ വലിയ
രീതിയിൽ ഈ പ്രസ്ഥാനത്തെ വ്യാപിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. അപ്പൊ ഇതേപോലെ നമ്മളും ചില കാര്യങ്ങളൊക്കെ നമുക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് ടോളറേറ്റ് ചെയ്ത് ഇത് കൃഷ്ണനെ പ്ലീസ് ചെയ്യും, ഭക്തന്മാരെ നമ്മൾ സ്നേഹിക്കുകയും ഭഗവാനെ സ്നേഹിക്കുകയും ചെയ്താൽ കൃഷ്ണനെ പ്ലീസ് ചെയ്യും എന്ന് മനസ്സിലാക്കി നമ്മളും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഇതാണ്, ആ സ്നേഹം ഉണ്ടാകുക. സ്നേഹം വരുന്നത് എല്ലാം ഭഗവാനിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത്. നമുക്ക് ഭഗവാനോട് സ്നേഹം വേണമെങ്കിലും ഭക്തന്മാരോട് സ്നേഹം വേണമെങ്കിലും ഭഗവാനിൽ നിന്നാണ്. കാരണം അഹം സർവസ്യ പ്രഭവോ എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. നമുക്ക് പരിശുദ്ധ ഭക്തി വേണം, നമ്മുടെ മനസ്സിന് കോൺസെൻട്രേഷൻ വേണം, നമുക്ക് നല്ലപോലെ ഇരുന്ന് ജപിക്കാൻ പറ്റണം, യമനിയമങ്ങൾ പാലിക്കാൻ പറ്റണം. എല്ലാ അനുഗ്രഹവും യഥാർത്ഥത്തിൽ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആ ഭഗവാനോട് തന്നെ സിൻസിയർ ആയിട്ട് അഭ്യർത്ഥിക്കുക, എനിക്ക് പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി അർത്ഥം. അപ്പം നമുക്ക് ഭഗവാനോട് ഇഷ്ടം ഉണ്ടാവും, ഭക്തന്മാരോട് ഇഷ്ടം ഉണ്ടാവും. ക്രമേണ ക്രമേണ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആസുര സ്വഭാവം മാറിപ്പോവുകയും ചെയ്യും. അതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തില് ഉള്ള ചെറിയ സാക്ഷാത്കാരങ്ങൾ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നമുക്ക് ചില കാര്യങ്ങൾ തോന്നും. എക്സാമ്പിളായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി നിൽക്കുന്ന സമയത്ത് ചില ഭക്തന്മാർ ചിലപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മെന്റാലിറ്റി ആയിരുന്നു. അവരവരുടെ സാധനം ചെയ്യും, അവരുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കൂട്ടത്തിൽ വന്ന് സേവനം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഉള്ളിൻ്റെ ഒരു വിഷമം വരും. കാരണം നമ്മൾ കമ്മ്യൂണിറ്റി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും ഭഗവാനും ഉപാധനും ഗുരുവിനും പ്ലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? നമ്മുടെ മനസ്സിൽ തെറ്റായ രീതിയിൽ നമുക്കിപ്പോ ഒരു വ്യക്തികൾ എല്ലാവരും കൂടെ നമ്മളിപ്പോ ഒരു സേവനം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. ഒരു സേവനം ചെയ്യാനായിട്ട് എല്ലാവരും താല്പര്യപ്പെട്ട് നിൽക്കുന്നു. ഒരാൾ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരാൾ അതിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു അത്തപ്പൂക്കളം ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരാൾ മാത്രം ഈ അത്തപ്പൂക്കളം ഇടുന്നതിന്റെ പാർട്ടിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ അത് തട്ടിക്കളയാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളില് ആ വ്യക്തിയോടൊരു ആ വിഷമം അല്ലെങ്കിൽ അതിനോടൊരു ഇതുണ്ടാവും. പക്ഷെ നമ്മള് ആ വ്യക്തി എന്നാണോ അത് റെക്ടിഫൈ ചെയ്യുന്നത്, നമുക്ക് ആ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വിഷമം എല്ലാം അപ്പോഴേ കളയണം. നമ്മൾ ഒരിക്കലും ആ ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഒരു ലെക്ചറിൽ ഒരു ഡിവോട്ടി പറഞ്ഞാണ്, ഡോണ്ട് ഹോൾഡ് ഗ്രഡ്ജസ് ദാറ്റ് സ്മിയർ യുവർ ഹാർട്ട് വിത്ത് സ്മഡ്ജസ്. നമ്മള് ഈ ഗ്രഡ്ജുകൾ ഒരു പണ്ട് പോലെയുള്ള ഈർഷ്യ അതിങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കരുത്. കാരണം ആ ഈർഷ്യ നമ്മുടെ ഹൃദയത്തിനെ മാലിന്യം കൊണ്ട് പൊതിയും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിലപ്പോ ഒരു സർവീസിന്റെ ഇതിന് കുറിച്ച് ഒരാളോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അത് ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. ആ വ്യക്തി ആ സമയത്ത് കേട്ടില്ലെങ്കിൽ നമ്മളത് ആ രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴാണോ ആ വ്യക്തി അത് കേൾക്കുന്നത്, അത് തിരിച്ചു വരുന്നത്, അതുവരെ ഉണ്ടായിരുന്ന ആ വിഷമോ ഇതെല്ലാം അപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുക്കുക. ഒരിക്കലും ഒരു ഗ്രഡ്ജ് വെച്ച് എത്ര മോശമായിട്ട് ഒരു വ്യക്തി പെരുമാറിയാൽ പോലും അത് ഇങ്ങനെ ആലോചിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് വരും. ആ സമയത്ത് ചിലപ്പോൾ ആ ഡീലിങ്സ് ചെയ്യുമായിരിക്കും. പക്ഷെ അടുത്ത നിമിഷം അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടേക്കാം. ആ രീതിയിൽ വേണം നമ്മൾ തരും. അപ്പം ചിലപ്പം ആ ഒരു സർവീസിന് വേണ്ടി ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ അത് എക്സ്റ്റേണൽ ദേഷ്യം, ഒരിക്കലും ഉള്ളിലുള്ള ദേഷ്യമല്ല. ഉള്ളില് ആ ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ്, ശരിയായി വരണം എന്നുള്ള ആഗ്രഹം മാത്രമായിരിക്കും ഒരു ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഗ്രഡ്ജ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു മനസ്സിൽ അവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ദേഷ്യം എല്ലാവരും മോശമായിട്ട് നമുക്ക് ചിലപ്പോൾ ചിത്രീകരണമാണ് മനസ്സിൽ വരുന്നത്. അപ്പൊ അത് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം അത് മാറ്റിയ ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് അതിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശീല പ്രഭുപാദ് ഒരു വട്ടം മായാപ്പൂര് വന്ന സമയത്ത്, മായാപ്പൂര് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയമാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി ഈ കമോഡ്സുകൾ ഉണ്ടായിട്ടുണ്ട്, ടോയ്ലറ്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ടോയ്ലറ്റ്സുകള് ബംഗാളീസ് ആ സമയത്തുള്ള അവിടുത്തെ ജനിക്കുന്ന ആൾക്കാര് പുറത്തു പോയാണ് പോകുന്നത്. ഓപ്പൺ എയറിലാണ് അവർ ഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്.
അപ്പൊ അവർക്ക് ഇത് വെച്ചപ്പം അവർക്കത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പം ഒരു വട്ടം പ്രഭുപാദ് വന്ന് നോക്കിയപ്പോ ഭയങ്കര മോശമായിട്ട് ഇതെല്ലാം കിടക്കുന്നു. അപ്പം അപ്പൊ എന്താ ഇതിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇവർക്ക് ശരിക്കും യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞത്, ഇഫ് യു ആർ നോട്ട് ഡിസ്റ്റർബ് ബൈ ഇത്തരം കാര്യങ്ങളിൽ നിനക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായില്ലെങ്കിൽ നിനക്ക് അവരുടെ സെയിം മെന്റാലിറ്റി ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ ആ ഇൻചാർജ് ആയിട്ടുള്ള ഭവാനന്ദ പ്രഭുവും മഹാരാജ് ജഗന്നാഥ മഹാരാജ് ഉണ്ടായിരുന്നു. അവരോടെല്ലാം പറഞ്ഞു, ഇത് വേഗം നിങ്ങൾ തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ആ ഒരു റെക്ടിഫിക്കേഷൻ അവര് അവിടെ പ്രഭുപാദ് കാണിച്ചു കൊടുത്തു. അപ്പം നമ്മള് ചില കാര്യത്തെ ഒരാൾ ശരിയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ഡിസ്റ്റർബ് ആവുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊരിക്കലും ഒരു ഗ്രഡ്ജല്ല. അവരെ ശരിയാവണം എന്നാണ്. ഒരു ഡിവോട്ടിയുടെ മൂഡ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം എന്നാണ്. ഡിവോട്ടിക്ക് വേറെ ഒരു ഇതും ആഗ്രഹമില്ല. എല്ലാവർക്കും ഗുരുവിന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹം കിട്ടണം എന്ന് മാത്രമേ ഒരു ഡിവോട്ടിക്ക് ആഗ്രഹമുള്ളൂ. അതാരായാലും, ഗ്രഡ്ജുള്ള ദേഷ്യമുള്ള ആളായാലും ദേഷ്യമില്ലാത്ത ആളായാലും എല്ലാ ജീവജാലങ്ങൾക്കും ഗുരുവിന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹം കിട്ടണമെന്നാണ്. ചിലപ്പോൾ അവര് ആ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അതിനൊരു ചെറിയ ദേഷ്യം ഉണ്ടാവും. പക്ഷെ അവര് റെക്ടിഫൈ ചെയ്താൽ അത് അപ്പോഴേ മാറും. ആ ദേഷ്യം ഒരു പക്ഷെ അവരെ രക്ഷപ്പെടുത്താനോ അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ ഉള്ള ദേഷ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രഭു പറഞ്ഞത്. എസ്പെഷ്യലി ഗുരുവിനെയൊക്കെ നമ്മൾ അടുത്ത് സേവനം ചെയ്യുമ്പം ക്രമേണ നമുക്ക് കാണും, അദ്ദേഹം ഉറങ്ങാൻ പോകുന്നു, അദ്ദേഹം പല്ല് തേക്കുന്നു, അദ്ദേഹം കുളിക്കുന്നു, അദ്ദേഹം വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തല ചൊറിയുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ തുമ്മുന്നുണ്ട്, കഫമുണ്ട്. ഇതെല്ലാം നമ്മൾ കാണും. ഇതൊക്കെ കാണുമ്പം നമുക്ക് ചിലപ്പോൾ തോന്നാം, ഓ ഇത് സാധാരണ ഒരു വ്യക്തിയല്ലേ, സാധാരണ ഒരു മനുഷ്യനല്ലേ എന്നുള്ളത് തോന്നും. അതേപോലെ പ്രഭു പറഞ്ഞ പോലെ നമ്മൾ ഭഗവാനെ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അത് ചെയ്യുമ്പോഴത്തേന് ഇതൊരു എന്റെ ഡ്യൂട്ടി, എന്റെ സർവീസ്, നമ്മൾ ആരെയാണ് ചെയ്യുന്നതെന്ന് പോലും ഓർക്കാതെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ വരും. അപ്പൊ ഇങ്ങനെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരും നമ്മൾ അടുത്തടുത്ത് വരുന്നു. അപ്പൊ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇത് ശ്രുതകീർത്തി പ്രഭുവിനും ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിരുന്നു. അദ്ദേഹം പേഴ്സണൽ സർവന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അദ്ദേഹം ഒരു 2 ദിവസത്തേന് ഈ സർവീസിൽ നിന്ന് മാറി നിൽക്കും. നമ്മളത് ചെയ്യാൻ പറ്റില്ല പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ സർവീസിൽ നിന്ന് മാറി നിന്നിട്ട് ആലോചിക്കും, ഞാൻ ശീല പ്രഭുപാദിനെയാണ് സേവനം ചെയ്യുന്നത്, ശീല പ്രഭുപാദ് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ഇങ്ങനെ ഞാൻ എന്ത് ഭാഗ്യം കിട്ടണം ഇങ്ങനെ ഒരു വ്യക്തിയെ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ആ ഒരു ഇത് ആലോചിക്കും. പിന്നെ അപ്പൊ അതൊരു പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഫോളിഷ് ആണ്, നമ്മൾ ഫാളൻ കേസാണ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം. നമ്മളൊരു ഫാളൻ പേഴ്സൺ ആണ്. ഇപ്പൊ നമുക്ക് നാമം ജപിക്കുമ്പോൾ കുട്ടി അമ്മയെ പോലെ വിളിക്കുന്നതുമായിട്ട് ജപിക്കണം എന്നല്ല നമ്മൾ എപ്പോഴും ശീല പ്രഭുപാദ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കണമെങ്കിൽ അത്രയും അദ്ദേഹത്തിന് വേറൊരു ഓപ്ഷൻ ഇല്ല, അത്രയും വേറെ ഇതില്ല എന്ന് ആ ഒരു മൂഡിലാണ് ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത്. അപ്പൊ ആ മൂഡാണ് ഒരു ഡിവോട്ടിക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മള് മറ്റ് ഡിവോട്ടീസ് നമ്മളെ പ്രഭു എന്നും മഹാരാജ് എന്നും ഒക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഏറ്റവും ഫാളൻ കേസ് ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഇതേ ശ്രുതകീർത്തി പ്രഭുവിന് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ശീല പ്രഭുപാദിന് കീർത്തനന്ദ മഹാരാജിന്റെ ഒരു അനുയായിയാണ് ശ്രുതകീർത്തി പ്രഭു. അദ്ദേഹം ട്രെയിൻ ചെയ്ത ഒരു ഡിവോട്ടിയാണ്. അപ്പം
പ്രഭുപാദ് പ്രഭുപാദിന്റെ സെർവന്റ് ആകുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കുക്ക് ചെയ്യണം, പിന്നെ പ്രഭുപാദിന് മസാജ് ചെയ്തു കൊടുക്കണം, മസാജ് ചെയ്യണം. അപ്പം അത് രണ്ടുമാണ് ഉള്ള സർവീസ് ഉള്ളത്. അപ്പം കീർത്തനന്ദ പ്രഭു പറഞ്ഞു ഇദ്ദേഹത്തിന് കുക്ക് ചെയ്യാൻ നല്ലപോലെ അറിയാം, നല്ലപോലെ കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ മസാജ് അറിയില്ല. പിന്നെ പ്രഭുപാദ് പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അത് പഠിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ പ്രഭുപാദിന് മസാജ് ചെയ്യുമ്പം രണ്ട് ഓയിൽ വെച്ചാണ് ചെയ്യുന്നത്. ഒന്ന് തല മസാജ് ചെയ്യാനായിട്ട് സാൻഡൽ വുഡിന്റെ ഓയിൽ, സാൻഡൽവുഡിന്റെ ഓയിൽ വെച്ചാണ് തല മസാജ് ചെയ്യുന്നത്. ശരീരം മസാജ് ചെയ്യുന്നത് മസ്റ്റാർഡ് ഓയിൽ വെച്ചാണ് മസ്റ്റാർഡ്. ഇത് നല്ല വില കൂടിയാണ്, അതുകൊണ്ട് അത് കുറച്ചെടുത്ത് തല മാത്രം മസാജ് ചെയ്യും, മറ്റ് ശരീരം ഇത്. അപ്പം ഇദ്ദേഹം ഒരു വട്ടം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എടുത്ത് ഇങ്ങനെ വളരെ ശ്രദ്ധയില്ലാതെ എടുത്തിട്ട് ഈ സാൻഡൽവുഡ് ഓയിലിന്റെ കുപ്പി എടുത്ത് തറയിട്ട് പൊട്ടിച്ച്. പൊട്ടിച്ചപ്പോഴത്തേന് പ്രഭുപാദിന് ഭയങ്കര ദേഷ്യം വന്നു. പ്രഭുപാദ് പറഞ്ഞു നിനക്ക് ബുദ്ധി ഒരു 80 വയസ്സിൽ നിനക്ക് ബുദ്ധി ഉണ്ടാവത്തുള്ളൂ എന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. പറഞ്ഞ് ശ്രുതകീർത്തി ഇപ്പൊ വളരെ ഹമ്പിൾ ആയിട്ട് പറഞ്ഞു പ്രഭുപാദ് ഞാൻ വിചാരിച്ചു എനിക്ക് അതിലും താമസിച്ച് കിട്ടത്തുള്ളൂ എന്ന്. 80 വയസ്സിലെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് അത് കേട്ട് ചിരിച്ചു. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം അതുകൊണ്ട് അത്രയും സർവീസ് പ്രഭുപാദിന് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം അദ്ദേഹം ഫാളനാണ്, ഞാൻ ഗോൺ കേസാണ്, എപ്പോഴും എനിക്ക് കാരുണ്യൊന്നും ഇപ്പോഴേ കിട്ടാനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു